ലോകമാകെ നിശ്ചലമായിട്ടുള്ള, ലോകത്തിലെ സകലവിധ സംവിധാനങ്ങളും അറച്ചുപോയത്, എല്ലാ അത്യാധുനിക സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചുവെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ വിമാനത്താവളങ്ങളടക്കം പൂട്ടിയിട്ടിട്ട് അവിടെയൊക്കെ പരുന്തും പ്രാവും കിളികളുമൊക്കെ വരുന്ന നിലയിൽ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ട് ലോകം മുഴുവൻ നിശ്ചലമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കോവിഡിൻ്റെ വസന്തകാലം. ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡിൻ്റെ വൈറസ് ലോകമാകെ കീഴടക്കി. ഇന്ത്യയും വലിയ വില കൊടുക്കേണ്ടി വന്നു. നമ്മുടെ എത്രയോ ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അവരെല്ലാം മഹത് വ്യക്തികളാണ്. അവർ മരിച്ചു പോയിട്ട് അവരുടെ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കാനോ അവരുടെ ഡെഡ് ബോഡി അല്ലെങ്കിൽ അവരുടെ മൃതശരീരം ഒന്ന് കാണാനോ തൊടാനോ ഒന്നും കഴിയാതെ, അടുത്തു പോകാൻ കഴിയാതെ എത്രയോ ആളുകൾ നമ്മെ വിട്ടുപോയി. ഒരു പുഷ്പമർപ്പിക്കാൻ കഴിയാതെ, ഒന്ന് അടുത്ത് പോയി കാൽ തൊട്ട് പോകുന്ന ആത്മാവിൻ്റെ ശരീരത്തിൽ ഒന്ന് കാല് തൊട്ട് വന്ദിക്കാൻ കഴിയാതെ, ഒന്ന് മുഖം കാണാൻ കഴിയാതെ എത്രയോ ആളുകൾ മരിച്ചുപോയി. വലിയ പ്രതിസന്ധിയിലായിരുന്നു ലോകം. ഞാൻ പറഞ്ഞു വരുന്നത് കോവിഡിൻ്റെ കാലമാണ്. ഒരു 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് പുതിയ രൂപത്തിൽ വന്നിരിക്കുകയാണ്. വൈറസാണ് വില്ലൻ, ബാക്ടീരിയയാണ് കഥാപാത്രം. ആന്ധ്രാപ്രദേശിലാണ് വീണ്ടും പുതിയ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കേരളത്തിലും രാജ്യത്തെ പ്രധാനപ്പെട്ട കോവിഡ് റിപ്പോർട്ട് സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. 3 ആഴ്ചയ്ക്കിടെ 4 മരണങ്ങളും 12 പുതിയ കേസുകളും ആന്ധ്രാപ്രദേശിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ വളരെ ജാഗ്രതയിലുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് അയൽ സംസ്ഥാനമായ കർണാടക അതിർത്തിയിലൊക്കെ വലിയ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത്, അമരാവതിയിൽ നിന്നുള്ള വാർത്തയാണ്, രാജ്യത്ത് കോവിഡ്-19 തരംഗം അവസാനിച്ചതിന് ശേഷം 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോവിഡ്-3, ദൃശ്യം 3 എന്നൊക്കെ പറയുന്ന പോലെ കോവിഡ്-3 വീണ്ടും ആന്ധ്രയിൽ വരുന്നു. പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്കയാണ്. ഒരു സംസ്ഥാനത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആശ്വസിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കരുത്. കാരണം വലിയ സഞ്ചാരമാണ് നടക്കുന്നത്. മനുഷ്യർ തമ്മിൽ വലിയ സഞ്ചാരമാണ്. ചരക്ക് വാഹനങ്ങളായാലും മനുഷ്യരായാലും വലിയ സഞ്ചാരമാണ്. അപ്പോൾ ആരിൽ നിന്നും ആർക്കും വരാം എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് 3 ആഴ്ചയ്ക്കിടെ 4 കോവിഡ് മരണങ്ങളാണ്, അവിടെ 4 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്. ഇത് അമരാവതിയിലെ വാർത്തയാണ്. ജൂൺ 26-നും ജൂലൈ 24-ഇടയിൽ വിവിധ ജില്ലകളിലായി 12 പേർക്ക് കോവിഡ് ബാധിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്നു. മരണപ്പെട്ടവരിൽ 3 പേർ റായലസീമ മേഖലയിലെ കടപ്പ സ്വദേശികളും 4-മത്തെയാൾ തീരദേശാന്ധ്രയിലെ കാക്കിനാഡ സ്വദേശിയുമാണ്. മരണപ്പെട്ട 4 പേർക്കും പ്രമേഹം, അധിക രക്തസമ്മർദ്ദം, വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായ ഇതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഇതിൽ കടപ്പയിൽ നിന്നുള്ള ഒരു രോഗി തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കുക. അപ്പോൾ വെല്ലൂരിലെ ചികിത്സയിലിരിക്കെ മരണപ്പെടുമ്പോൾ, കോവിഡ് വരുമ്പോൾ അവിടെയും ജാഗ്രതയുടെ ഒരു പ്രശ്നം വരുന്നു. കാക്കിനാടയിൽ മരണപ്പെട്ടത് ഒരു പെൺകുട്ടിയാണെന്നാണ് പ്രാദേശിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ രോഗബാധിതരായവരിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ വൈറസിൻ്റെ വകഭേദത്തിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ ജനിതക ശ്രേണീകരണത്തിനായി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് കൂടുതൽ വേരിയൻസ് ഏതാണ് എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. ഡെൽറ്റ ഒമിക്രോൺ വകഭേദങ്ങൾ സൃഷ്ടിച്ച ഭീകരമായ കോവിഡ് തരംഗങ്ങൾക്ക് ശേഷം രാജ്യവ്യാപകമായി നടന്ന വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഫലമായി 22 മാർച്ചോടെ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മഹാമാരി ആരംഭിച്ചത് മുതൽ ഇതുവരെ 5 ലക്ഷത്തിലധികം കോവിഡ് മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. നിലവിൽ ആന്ധ്രയിൽ 12 കേസുകൾ റിപ്പോർട്ടപ്പെട്ടതിൽ 8 എണ്ണവും കടപ്പ ജില്ലയിലാണ് എന്നുള്ളതാണ്. ഗുണ്ടൂരിൽ 2, വിശാഖപട്ടണത്തിൽ കാക്കിനഡ എന്നിവിടങ്ങളിൽ ഓരോ കേസുകൾ വീതവുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു സമൂഹ വ്യാപന സാധ്യത നിലവില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിൽ നിന്ന് 3 പേർ വീടുകളിലും 2 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്.
ബാക്കി 3 പേർ രോഗവുമായി ആശുപത്രി വിട്ടു. കേരളത്തിലും കോവിഡ് കേസുകൾ കൂടി വരുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മാലിന്യ സംസ്കരണത്തിലെ അത് ജൈവ അജൈവ മാലിന്യങ്ങളും ഖരദ്രവ വാതക മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ളൊരു അശാസ്ത്രീയത വളരെ വലുതാണ്. വലിയ പ്രതിസന്ധിയാണ് ഈ അസുഖങ്ങളെ പകർത്തുന്നതിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൈ കഴുകൽ ഡ്രൈവൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും മലയാളി കൈ കഴുകാതെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നു. മാസ്ക് ഇടുന്ന ഒരു ശീലമുണ്ടായിരുന്നു, കയ്യുറ ഉപയോഗിക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹൈജീൻ്റെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് നടന്നു. പക്ഷേ അതെല്ലാം മാറി. നമ്മളിവിടെ ഹരിതകർമ്മസേനക്കാരൊക്കെ കൈ കൊണ്ടാണ്, പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഉള്ളവരുണ്ടില്ലാത്തതുകൊണ്ട് കൈ കൊണ്ടാണ്, മനുഷ്യരുടെ കൈകൾ കൊണ്ടാണ് ഈ വേസ്റ്റൊക്കെ വേർതിരിക്കുകയും വാരുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പോൾ ഒരു ഈ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് പബ്ലിക് ഡ്രെയിനേജ് വൃത്തിയാക്കുന്ന ഓടയിൽ സാധാരണ ആളുകൾ, അവർ ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരു ആത്മബലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒന്ന് സ്മെല്ലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി മദ്യപിക്കും അവർ. വേറെ കുഴപ്പമൊന്നുമുള്ളവരല്ല, മദ്യപാനികളല്ല, പക്ഷേ മദ്യപിക്കുന്ന ശീലമുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന തൊഴിലാളികൾ രാവിലെ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു ക്വിക്കിൽ അവർ നിന്ന് ഈ ജോലി ചെയ്യും. പക്ഷേ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രാകൃതമാണ്. നമ്മുടെ ഡ്രെയിനേജ് ട്രീറ്റ്മെൻറ്റും ഡ്രെയിനേജ് ക്ലീനിങ്ങും ഒക്കെ വളരെ പ്രാകൃതമായ രീതിയിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. വളരെ ഒരു ജോയി മരിച്ച നാമഴിഞ്ഞ തോടിലിറങ്ങി ജോയി മരിച്ചത് നമുക്കറിയാം. ഇതൊക്കെ പ്രൊഫഷണലാക്കേണ്ട കാലം കഴിഞ്ഞു. ഒരു വൃത്തി കേരള ക്യാമ്പയിൻ, ഒരു ശുചിത്വ കേരള വൃത്തി കേരളം എന്നുള്ള ഒരു ക്യാമ്പയിൻ, നല്ല കേരളം ക്യാമ്പയിൻ, വെറുതെ ഒരു ക്യാമ്പയിൻ തുടങ്ങി കുറേ ഉദ്ഘാടനങ്ങൾ നടത്തി, പഞ്ചായത്തിലെ കുറേ ആളുകളെ വിളിച്ചിരുത്തി ചർവിത ചർവണം നടത്തി കുറേ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തുന്നതല്ല. ആബാലവൃത്ത ജനങ്ങളും, കോളേജുകൾ, സ്കൂളുകൾ, ക്യാമ്പസുകൾ, സ്ഥാപനങ്ങൾ, സകലമാന ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ കക്ഷി മതഭേദമന്യേ, ജാതിമതഭേദമന്യേ സകല ജനങ്ങളും ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന കോവിഡ് പോലുള്ള, നിപ്പ പോലുള്ള മാരകമായ അസുഖങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പരിസരവും ജലസ്രോതസ്സുകളൊക്കെ ശുദ്ധീകരിക്കുന്നതിനുള്ള ക്ലീൻ ഡ്രൈവ് വളരെ കൃത്യമായി കേരളത്തിൽ ആരംഭിക്കണം. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അതിന് ലീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ മുഖ്യമന്ത്രി ലീഡ് ചെയ്താലേ മറ്റ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി ലീഡ് ചെയ്യുന്ന ഒരു നല്ല കേരളം ക്യാമ്പയിൻ കൂടി വരണം. വലിയ പദ്ധതികൾ വരട്ടെ. വിഴിഞ്ഞം പിന്നെ പോർട്ട് മുതൽ കപ്പൽ കമ്പനി മുതൽ വലിയ വലിയ പദ്ധതികൾ വരട്ടെ. അതൊക്കെ നമുക്ക്, പക്ഷേ നല്ല കേരളത്തിനുള്ള, വൃത്തിയുള്ള കേരളത്തിനുള്ള ഒരു ക്യാമ്പയിൻ, ഒരു ഡ്രൈവ് കേരളത്തിൽ അടിയന്തരമാണ്, വളരെ അത്യാവശ്യമാണ്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഒരു കോവിഡൊന്നും വന്നാൽ താങ്ങാനുള്ള ശക്തി നമുക്കില്ല.